ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു വികസിത തിരുവനന്തപുരം സൃഷ്ടിക്കാൻ. ഒരു വികസിത തിരുവനന്തപുരത്ത് ഒരു കാഴ്ചപ്പാട് ഞാൻ അന്ന് മുമ്പോട്ട് വെച്ചു, പാർട്ടി മുമ്പോട്ട് വെച്ചു. തിരുവനന്തപുരം വിടില്ല. ഈ സ്വപ്നം, വികസിത തിരുവനന്തപുരത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അന്ന് പറഞ്ഞതാണ്. നേമം മണ്ഡലം മാത്രമല്ല, 140 മണ്ഡലങ്ങളിൽ ഈ ഇലക്ഷനിൽ NDAന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കാനാണ് മത്സരിക്കുന്നത്. ഞാൻ ഇവിടെ വീട് വാങ്ങിച്ചു, വിട്ടില്ല. ആദ്യത്തെ ഒരു ലക്ഷ്യം കോർപ്പറേഷൻ പിടിക്കാനായിരുന്നു. അത് ജനങ്ങളുടെ പിന്തുണ കൊണ്ട് കോർപ്പറേഷൻ പിടിച്ചു. നമസ്കാരം. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് നേമം. ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയായ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ്. CPMന്റെ ശിവൻകുട്ടിയാണ്, മന്ത്രി കൂടിയാണ്. അതുകൂടാതെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശബരിനാഥനാണ്. അതുകൊണ്ട് തന്നെ 3 സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഉൾപ്പെടെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നേമം മണ്ഡലത്തിൽ ത്രികോണപ്പോര് നടക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഉറച്ച വിശ്വാസത്തിലാണ് നേമം മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. നേമത്ത് തന്നെ മത്സരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിലവിലിപ്പോൾ കൈമനത്ത്, അതായത് നേമം മണ്ഡലത്തിലുള്ള കൈമനത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ള സംസ്ഥാന നേതാക്കളും എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഒരു ചടങ്ങിൽ നിലവിലിപ്പോൾ പങ്കെടുക്കുകയാണ്. ഈ വികസിത നേമം ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇന്ന് ഉദ്ഘാടന ചടങ്ങിൽ വന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ നീണ്ടിട്ട് പ്രസംഗിക്കാൻ പോകുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 2024 എനിക്ക് നമ്മുടെ നരേന്ദ്രമോദിജി ഒരു അവസരം തന്നു, തിരുവനന്തപുരം ലോക്സഭയിൽ മത്സരിക്കാൻ. തിരുവനന്തപുരം ജനങ്ങൾക്ക് വേണ്ടി അവരെ സേവിക്കാൻ ഒരു അവസരം തന്നു. ഞാൻ അവിടെ 24 മാർച്ച് 7 മുതൽ പ്രവർത്തിച്ചു. നിങ്ങളെല്ലാവരെയും പിന്തുണയും. ഞാൻ ആദ്യമായിട്ട് വരുന്നൊരു വ്യക്തിയായിരുന്നു, ആരും എന്നെ അറിഞ്ഞില്ല. പക്ഷേ ആ ഇലക്ഷനിൽ നല്ല ഒരു വർക്ക്, നല്ല ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ഒരു നല്ല വോട്ട് എനിക്ക് പിടിക്കാൻ കിട്ടി. ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു വികസിത തിരുവനന്തപുരം സൃഷ്ടിക്കാൻ. ഒരു വികസിത തിരുവനന്തപുരത്ത് ഒരു കാഴ്ചപ്പാട് ഞാൻ അന്ന് മുമ്പോട്ട് വെച്ചു, പാർട്ടി മുമ്പോട്ട് വെച്ചു. നടപ്പിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരു വാഗ്ദാനം കൊടുത്തത് ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ തിരുവനന്തപുരം വിടില്ല. ഈ സ്വപ്നം, വികസിത തിരുവനന്തപുരത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അന്ന് പറഞ്ഞതാണ്. ഞാൻ ഇവിടെ വീട് വാങ്ങിച്ചു, വിട്ടില്ല. ആദ്യത്തെ ഒരു ലക്ഷ്യം കോർപ്പറേഷൻ പിടിക്കാനായിരുന്നു. അത് ജനങ്ങളുടെ പിന്തുണ കൊണ്ട് കോർപ്പറേഷൻ പിടിച്ചു. ആ ലോക്സഭ ഇലക്ഷൻ ഞാൻ കഴിഞ്ഞ് അനലൈസ് ചെയ്തപ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം ഇന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹം ഒരു പുതിയൊരു വ്യക്തി, അറിയാത്തൊരു വ്യക്തി, പ്രധാനമന്ത്രി അയച്ച ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ സ്നേഹവും പിന്തുണയും തന്നത് നേമം മണ്ഡലത്തിലെ ജനങ്ങളാണ്. അന്നും ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഈ കടപ്പാട് ഞാൻ മറക്കില്ല. അതിനുവേണ്ടി, അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാവും, കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ അത് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ ഈ ഇലക്ഷൻ മത്സരിക്കുന്നത് ഞാൻ ഒരു ഇന്നതാവണമെന്നോ മറ്റേതാവണമെന്നോ പവറിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഈ നാട്ടിൽ വികസനം കൊണ്ടുവരണം എന്ന എൻ്റെ ഒരു വാശിയാണ്, പാർട്ടിൻ്റെ ഒരു വാശിയാണ്. ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരണം എന്ന് ഞങ്ങളുടെ ഒരു വാശിയാണ്, ഞങ്ങളുടെ ഒരു നിർബന്ധമാണ്, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അപ്പം അത് മുമ്പോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. നേമം മണ്ഡലം മാത്രമല്ല, 140 മണ്ഡലങ്ങളിൽ ഈ ഇലക്ഷനിൽ NDAന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കാനാണ് മത്സരിക്കുന്നത്.
ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നേമം മണ്ഡലത്തിന് വേണ്ടി, നേമം ജനങ്ങൾക്ക് വേണ്ടി, തിരുവനന്തപുരം ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിന് ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ജയിപ്പിക്കുന്നത് എന്നെ മാത്രമല്ല, പാർട്ടീനെയാണ്, NDAനെയാണ്, നമ്മുടെ നാടിനെയാണ്, നിയമത്തിനാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ നിയമത്തിനെ ജയിപ്പിക്കാനും കേരളത്തിനെ ജയിപ്പിക്കാനും ഒരു ഇലക്ഷനായിട്ട് എല്ലാവരും കാണണം എന്ന് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. ഒരുമിച്ച് ഒറ്റക്കെട്ട് 70 കൊല്ലം നമ്മുടെ തലേ കെട്ടിവെച്ച ഈ വിവാദ രാഷ്ട്രീയം, CPM-ഉം കോൺഗ്രസ് കെട്ടിവെച്ച വിവാദ രാഷ്ട്രീയം, പ്രീണന രാഷ്ട്രീയം, അഴിമതി രാഷ്ട്രീയം, തൊഴിലില്ലാത്ത രാഷ്ട്രീയം, വിലക്കയറ്റം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയം, ഒന്നും ചെയ്യാണ്ട് MLA-മാര് 10, 15, 20 കൊല്ലം കുത്തിയിരിക്കുന്ന രാഷ്ട്രീയം, അത് മാറ്റണം. ആ മാറ്റേണ്ട ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. അപ്പോൾ എന്നെ സഹായിക്കണം, പിന്തുണ തരണം, ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കണം, നാടിന് മുമ്പോട്ട് കൊണ്ടുപോകണം, നിയമത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ വികസിത നിയമം ഹെഡ്ക്വാർട്ടേഴ്സ് നിന്ന് ഈ മാറ്റം തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഉറച്ച വിശ്വാസത്തിലാണ്, വിജയപ്രതീക്ഷയോടുകൂടിയാണ് നേമത്ത് മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.